ഇന്നത്തെ കാലത്ത് വളരെയധികം വാല്യുബിൾ ആയ ഒരു കാര്യമാണ് പ്രൈവസി എന്ന് പറയുന്നത്. പക്ഷെ ഇത് നഷ്ടപ്പെടാനും ഇന്നത്തെ കാലത്ത് അത്ര പ്രയാസമൊന്നുമില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നല്ല രീതിയിൽ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിന് ചെറിയ കുട്ടികൾ വരെ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നീ പ്ലാറ്റ്ഫോംസ് ഒക്കെ. അവർ പല ടൈപ്പ് വീഡിയോസ് ചെയ്യലുണ്ട്, കോണ്ടന്റ്സ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റിവിറ്റി ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും പ്രൈവസി നഷ്ടപ്പെടാൻ ഇന്ന് വളരെ സിമ്പിളാണ്. ഇത് ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതോ മനസ്സിലാകാതെ പോലെ നിൽക്കുകയാണോ ഒന്നും അറിയില്ല. പ്രൈവസി എന്ന് പറയുന്നത് ഇന്ന് വളരെ സിമ്പിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പ്രൈവസി എന്ന് പറയുന്ന ആ ഒരു വേർഡിന് ഒരുപാട് മീനിങ്സ് ഉണ്ട്. ഒരാളുടെ സ്വകാര്യത എന്ന് പറയുന്നത് അയാളുടെ മാത്രം അവകാശമാണ്. അതിലേക്ക് കയറി ചെല്ലാനും മറ്റൊരാൾക്കും അവകാശമില്ല. പേഴ്സണൽ സ്പേസ് ആണത്. ശരിയാണ്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത് മെസ്സേജ് എന്ന് പറയുന്നത് തന്നെ, അതായത് ഒരാൾക്ക് അയക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് മറ്റൊരാൾ കാണാന്ന് പറയുന്നത് അത്ര നല്ലതല്ല. അതെ, അതായത് ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അയാൾ നമ്മൾ മാത്രമുള്ള ഒരു കോൺവെർസേഷൻ ആണത്. സോ അത് തന്നെ വേറൊരാൾ കാണുമെന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസി അവിടെ നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഹാക്കിംഗ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഹാക്കേഴ്സ് ഉണ്ട്. നമുക്ക് കാറ്റഗറീസ് ചെയ്യാൻ പറ്റും. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, റെഡ് ഹാറ്റ് ഹാക്കേഴ്സ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഹാക്കർമാർ വരെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മുടെ പ്രൈവസി നമ്മൾ തന്നെ ഒന്ന് സേഫ് ആയിട്ട് വെക്കണം, സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് വെക്കാനുള്ള ഓപ്ഷൻസും ഈ പ്ലാറ്റ്ഫോംസിലൊക്കെ അവൈലബിൾ ആണ്. സോ മെസ്സേജ് ഒക്കെ അപ്പോൾ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് ഒരു മെസ്സേജ് കീപ്പ് ചെയ്യണമെന്ന് ഹിബ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രൈവറ്റ് ആക്കി വെക്കേണ്ട മെസ്സേജസ് അങ്ങനെ ആക്കണല്ലോ. അപ്പോൾ ഹിബയുടെ ഫോണിൽ നിന്ന് ഇപ്പോൾ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹിബയുടെ അക്കൗണ്ട് ത്രൂ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്താണ് നഷ്ടപ്പെടുന്നത്? പ്രൈവസി തന്നെ. എങ്ങനെ നോക്കിയാലും നമ്മൾ കറങ്ങി തിരിഞ്ഞെത്ത ആ ഒരു വേർഡിൽ തന്നെയാണ്. സോ ഇതിന് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് ആൻഡ് സ്റ്റോറി റിപ്ലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി അലേർട്ട് എന്ന് കാണാം. അതിൽ പോയി കഴിഞ്ഞാൽ മുകളിൽ 2 ഓപ്ഷൻ കാണുന്നില്ലേ, അത് രണ്ടും ഇനാബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലെ പ്രൈവറ്റ് മെസ്സേജ് നിങ്ങൾക്കല്ലാണ്ട് മറ്റൊരാൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻമയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.